Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് രസം റൈസ് അഥവാ രസംസാദം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രസം റൈസ് അഥവാ രസംസാദം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പും അരിയും വേണം. ഞാനിവിടെ പൊന്നിയരിയും ചെറുപയർ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പിന് പകരമായിട്ട് തുവരപ്പരിപ്പാണെങ്കിലും മതി. 3/4 കപ്പ് പൊന്നിയരിക്ക് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പിൻ്റെയൊക്കെ അളവിൽ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ പരിപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് അരി മാത്രം യൂസ് ചെയ്തിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്യാം. അതുപോലെ ചെറുപയർ പരിപ്പ് ലൈറ്റ് ആയിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി തുവരപ്പരിപ്പാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലോട്ട് അരിയും പരിപ്പും ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഈ അരിയും പരിപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ചേർക്കാം. 1/4 കപ്പ് പരിപ്പിനും 3/4 കപ്പ് അരിക്കും ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. രസം റൈസിന് അരി കുറച്ചൊന്ന് വെന്തുടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെന്തുടയണം എന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ ആകാം. അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിന് തന്നെ അരി ഉടഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അരിയും പരിപ്പും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം. കൂടെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇനി അത്യാവശ്യം വലിയ നല്ല പഴുത്ത ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് പച്ചപ്പൊക്കെ മാറി മൂത്ത് വന്ന ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. അതിനായിട്ട് ഒരു 2 മിനിറ്റ് തക്കാളി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ല പാകത്തിന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഉടച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി. ഇതിലോട്ട് ഇനി രസപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർക്കുന്നുണ്ട്. രസപ്പൊടിയുടെ ഒക്കെ അളവിൽ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രസപ്പൊടി അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഇനി രസപ്പൊടിയുടെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രസപ്പൊടിയുടെ പച്ചപ്പൊക്കെ മാറിയ ശേഷം ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. പുളിയുടെയൊക്കെ അളവിൽ താല്പര്യം അനുസരിച്ചും കയ്യിലുള്ള പുളി അനുസരിച്ചും മാറ്റം വരുത്തണം. ഈ സമയത്ത് രസപ്പൊടിയുടെ അളവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് പുളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. പുളിയുടെ പച്ചപ്പൊക്കെ മാറി അത്യാവശ്യം നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞത്. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഞാനിവിടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഈ രസം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലോട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം.
ഇത് അത്യാവശ്യം എരിവുള്ള ഒരു രസം റൈസ് ആണ്. അതായത് എരിവ് എന്ന് പറയുമ്പോൾ കുരുമുളകിന്റെ എരിവാണ് മുന്നിൽ നിൽക്കുന്നത്. അത്രയും എരിവ് വേണ്ട, എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയം കൊണ്ട് അരിയും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരിയും പരിപ്പും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ രസം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ രസവും ചോറും പരിപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു തിള വരണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ രസസാദം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കടുക് ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. രസസാദത്തില് പരിപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ്. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് രസം റൈസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ലാസ്റ്റ് താളിച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്, 2-3 പാൻ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നമ്മൾ വഴറ്റി ചേർക്കില്ലേ ആദ്യം, അതിന് മുന്നേ ഒന്ന് കടുകും ജീരകവും ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് നെയ്യിലോ നല്ലെണ്ണയിലോ താളിച്ചിട്ട് വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇതുപോലെ അവസാനം കടുക് താളിച്ച് ചേർക്കുമ്പോൾ രസം റൈസിന് നല്ലൊരു ഫ്ലേവർ ആണ്. അതുപോലെ തന്നെ ഈ സമയത്ത് രസം റൈസിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ഇനി വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ, രസം റൈസ് അഥവാ രസം സാദം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു ലൈറ്റ് മീൽ പ്ലാൻ ചെയ്യുമ്പോൾ, അത് ഡിന്നർ ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് തൊണ്ടയ്ക്കൊക്കെ നല്ല സൂതിങ് ആയിട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.